മലയാള സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് നേടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും പോസിറ്റീവ് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഓർഫീസിൽ നിന്ന് ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാണല്ലോ പിന്നെ ഒരു തൂക തന്നെയായിരിക്കും. ഏട്ടൻ ചിത്രങ്ങൾക്ക് ദൃശ്യം 3 4 ദിവസം കൊണ്ട് ഓർഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് ഏകദേശം 80 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടിയത് 38,85,00,000 രൂപയാണ്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 63,34,00,000 രൂപയാണ് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടിയത് 38,85,00,000 രൂപയാണെങ്കിൽ ബാക്കി ഈ കോടികൾ എവിടെ നിന്ന് വന്നു? അപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാകുന്നത്. ദൃശ്യം 3ക്ക് ഇവിടെ മാത്രമല്ലടാ പിടി, അങ്ങ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലും ഡൽഹിയിലും ഒക്കെ പിടിയുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. ഈ കണക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കർണാടകത്തിൽ നിന്ന് 9,20,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് ഈ ചിത്രം വാരിക്കൂട്ടിയത്. പൊതുവേ മലയാള ചിത്രങ്ങളോട് ഒരു മടുപ്പ് പ്രദർശിപ്പിക്കുന്ന പ്രദേശമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്ന് പോലും 5,15,00,000 രൂപയാണ് ഈ ചിത്രം വാരിക്കൂട്ടിയത്. അതുപോലെ ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 5,65,00,000 രൂപ, ഹിന്ദി ബെൽറ്റിൽ നിന്ന് 4,49,00,000. പ്രത്യേകിച്ച് തെക്കുള്ളവരെ പ്രത്യേകിച്ച് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ് ഹിന്ദി ബെൽറ്റിലുള്ളവർ. അതൊന്നും ഈ ചിത്രത്തെ ദൃശ്യത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ടോട്ടൽ 24,49,00,000 രൂപയാണ് കേരളമല്ലാത്ത അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയത്. പമ്പൻ തിരിച്ചുവരവല്ലേ, പമ്പൻ കളക്ഷനല്ലേ. 4 ദിവസം കൊണ്ട് 24,49,00,000 രൂപ കേരളമല്ലാതെ ബാക്കി ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം മാറിക്കൂട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു ഞാൻ. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16,17,00,000 രൂപയാണ് ഇന്നലെ ഇന്ത്യ ഒട്ടാകെ കളക്ട് ചെയ്തത്. അതിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് 9,70,00,000 മാത്രമേ ഉള്ളൂ. ബാക്കി 6,47,00,000 രൂപയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അതാണ് നമ്മളെ വീണ്ടും ഞെട്ടിപ്പിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് സാധാരണ ചിത്രങ്ങൾക്കൊക്കെ നമ്മൾ കണ്ട് 9,70,00,000 നേടുകയാണെങ്കിൽ ഒരു 11 കോടിയിലൊക്കെയാണ് സാധാരണ ഇന്ത്യ ഗ്രോഫ് നിൽക്കുന്നത്. ബാക്കി 1-1.5 കോടിയോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വാരിക്കൂട്ടും. അതൊക്കെയായിരുന്നു കണ്ടുവരുന്നത്. പക്ഷേ ഇന്നലത്തെ മാത്രം കളക്ഷൻ എടുത്തു കഴിയുമ്പോൾ 6,47,00,000 രൂപയാണ് കേരളമല്ലാത്ത ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയത് എന്ന് പറയുമ്പം എല്ലാ മേഖലയിലും, ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ഈ ചിത്രം ഒരു തരംഗമായി ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ്. ഓർഫീസിലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ കാര്യമല്ല. എല്ലാ ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്കെല്ലാം ഓർഫീസിൽ നിന്നാണ് വമ്പൻ കളക്ഷൻ ഉണ്ടാകുന്നത്. ഏകദേശം 80 കോടിക്ക് മുകളിലാണ് ഓർഫീസിൽ നിന്ന് നേടിയ കളക്ഷൻ. അപ്പോൾ കേരളത്തിൽ നിന്ന്, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയത് 63,34,00,000 രൂപയാണെന്നുള്ളതും നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് നേടുന്നതിനേക്കാൾ ഇരട്ടി തുകയായിരിക്കാം ഓർഫീസിൽ നിന്ന് നേടുന്നത്. അതായിരുന്നു കണ്ടുവരുന്നത്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 17 കോടിക്ക് മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏകദേശം രണ്ടും കട്ടയ്ക്ക് പോകുന്ന രീതിയിലാണ് മാറുന്നത്. ദൃശ്യം 3 ലോകമെമ്പാടും ഒരു തരംഗമായി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണിത്. എല്ലാ മേഖലയിലും ദൃശ്യം ഒരു തരംഗമാകുന്നു. ജോർജ് കുട്ടി അവരിൽ ഒരാളാകുന്നു. ജോർജ് കുട്ടിയെ ഇരു കൈയും നീട്ടി മലയാള പ്രേക്ഷകരല്ല, സിനിമാ പ്രേമികൾ സ്വീകരിക്കുന്ന കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത് കണ്ട് അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇത് ഇങ്ങനെ നടക്കൂ. കാരണം ഇത് മോഹൻലാൽ എന്ന് പറയുന്ന നടന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ കുശുമ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല മക്കളെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.